എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരു ലക്ഷ്യമുണ്ട്. കുറച്ചു പേര് അതറിയുന്നുണ്ട്, കുറച്ചു പേര് അത് അറിയാനായിട്ടോ കണ്ടെത്താനായിട്ടോ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ സെഷനിൽ ലൈഫ് പേർപ്പസ് കണ്ടെത്താനായിട്ടുള്ള, ജീവിത ലക്ഷ്യം മനസ്സിലാക്കാനായിട്ടുള്ള എനിക്കറിയാവുന്നതും എന്നാൽ കുറച്ച് കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്ന് പഠിച്ചതും ഒക്കെ നോക്കി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അത് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫ് പേർപ്പസിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെഷനിലൂടെ ലൈഫ് പേർപ്പസ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, യാ നമ്മളുടെ പൂർവികരായിട്ടുള്ള ഋഷികൾ അല്ലെങ്കിൽ ഋഷിമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തിന് 4 ലക്ഷ്യങ്ങളുണ്ടെന്നാ പറയുന്നത്. 4 ലക്ഷ്യങ്ങൾ. ആ 4 ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയാം. രണ്ടാമത്തത് അർത്ഥം, അതിൽ നമുക്ക് പറയാം പണം, സമ്പത്ത്, ആ കാര്യങ്ങളുടെ ബേസ് ചെയ്ത് പറയാം. മൂന്നാമത് പറയുന്നത് കാമം. കാം അതിനെ പറയുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം സന്തോഷമാണ്. നാലാമത്തത് മോക്ഷം, നിത്യസാധനം എന്ന് പറയുന്നു. അപ്പോൾ 4 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തത് ധർമ്മം, അത് കർത്തവ്യം. 2 അർത്ഥം, പണം അല്ലെങ്കിൽ സമ്പത്ത്. കാമം കാമം അല്ലെങ്കിൽ സന്തോഷം. മോക്ഷം, നിത്യസാധനം. അപ്പോൾ ഋഷിമാർ പറഞ്ഞെന്ന് പറഞ്ഞ് അയ്യോ ഇത് ഹിന്ദു ബേസ് ചെയ്തുള്ള സംഭവങ്ങളാണെന്ന് പറയാൻ പോണേ, ഒരിക്കലും അല്ല. ഞാൻ അത് ജസ്റ്റ് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് കൾച്ചറുള്ള ആളാണെങ്കിലും, ഏത് മതത്തിലുള്ള, ഏത് ജാതിയിലുള്ള ആളാണെങ്കിലും, നിങ്ങളെ ആരെ വിശ്വസിക്കുകയാണെങ്കിലും ഗ്രീൻ ട്രൂത്ത് ഫാമിലിക്ക് അതിന് പ്രസക്തിയില്ല. ഞാൻ നിങ്ങളെല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു. അതിലുപരി എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ കാണുന്നു. അപ്പോൾ ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ജാതി മതത്തിനൊന്നും ഗ്രീൻ ട്രൂത്ത് ഫാമിലിയിൽ പ്രസക്തമല്ല. ഇനി അങ്ങനെ അഥവാ എൻ്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വീണു പോകണമെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, യാ. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളോട് കടന്നു പോകുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ക്ലിയർ ആവുന്നു വിശ്വസിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് കമന്റ്. നിങ്ങൾ എൻഗേജ് ആക്കി നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നി ഉറങ്ങും, ഇല്ലെങ്കിൽ വേറെ പരിപാടിക്ക് പോകും. യെസ്, യാ. അപ്പൊ ധർമ്മത്തെ സൂചിപ്പിക്കുന്നത്, ധർമ്മം അതായത് നിങ്ങളുടെ കർത്തവ്യം. നിങ്ങൾ എന്തിനാണ് ജനിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനാണ് ജനിച്ചത്? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കർത്തവ്യം, അതിലെ ധർമ്മത്തെ ബേസ് ചെയ്ത് പറയുമ്പം നിങ്ങൾ എന്തിനാണ് ജനിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അധ്യാപകനാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, ഡോക്ടർ ആണെങ്കിൽ രോഗികളെ സുഖമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കുടുംബത്തിലെ അച്ഛൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ നട്ടൽ അല്ലെങ്കിൽ കാതലായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് അച്ഛനാണ്. അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അമ്മ, അല്ലെങ്കിൽ അമ്മയ്ക്ക് പകരം അച്ഛന് പകരം റീപ്ലേസ് ചെയ്യുന്ന അമ്മ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഫാമിലിയിൽ നമുക്ക് അച്ഛൻ, അമ്മ അതിനെ റെപ്രസെന്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ധർമ്മത്തിലെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ എന്തിനാണ് ജനിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയണ്ടായി. രണ്ടാമത്തത് അർത്ഥത്തെ പറയുന്നു, പണം അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ജീവിതത്തിലെ നമ്മൾ സമ്പത്ത് നേടേണ്ടതുണ്ട്. ലൈക്ക് വീടായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, സുരക്ഷ ആയിക്കോട്ടെ. പക്ഷെ അത് മാത്രമല്ല അവിടെ പൂർണ്ണമാവില്ല. അർത്ഥത്തില് പണം, സമ്പത്ത് ബേസ് ചെയ്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണതയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോകുന്നു, പറയുന്നു കാമത്തെ ബേസ് ചെയ്ത്, സന്തോഷത്തെ. അവിടെ നമ്മൾ സന്തോഷം, ഇഷ്ടം, സ്നേഹം, ആ ഒരു കലയുടെ സൗന്ദര്യം, ജീവിതത്തിന് സന്തോഷവും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം. നാലാമത്തത് പറയുന്നു മോക്ഷം, നിത്യസാധന എന്ന് പറയുന്നു. അതിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയെങ്കിലും ആത്മസാധന, ശാന്തി, സത്യത്തെ കണ്ടെത്തൽ. അപ്പൊ ഈ 4 കാര്യങ്ങളും കൂടിച്ചേരുമ്പോഴാണ് സത്യമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നത്. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യത്തെ സ്പിരിച്വാലിറ്റി ബേസ് സംസാരിക്കണമെങ്കിൽ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദിവ്യമായിട്ടുള്ള, ദൈവികമായിട്ടുള്ള ഒരു സംതിങ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അത് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു സംഭവത്തിന്, ദിവ്യമായ ഒരു ശക്തിക്ക് കുടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹകൻ അല്ലെങ്കിൽ ഒരു വാഹനം മാത്രമാണ് ശരീരം. ശരീരം കുറച്ച് കഴിയുമ്പോൾ അത് പോകും.
പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ദിവ്യമായിട്ടുള്ള ആ സംഭവം ഒരിക്കലും നശിച്ചു പോകത്തില്ല. അത് അടുത്ത കാര്യങ്ങളിലേക്ക് പൊക്കോട്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ 4 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് സത്യമായിട്ടുള്ളൊരു ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. സത്യമായിട്ടുള്ളൊരു ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അറിയാൻ പറ്റും. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യത്തിൽ പ്രവേശിക്കുക, മറ്റുള്ളവരുടെ ലക്ഷ്യം അനുകരിക്കരുതെന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? അത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക, അതിൽ മാത്രം ഉറച്ചിരിക്കുക. മറ്റുള്ളവരുടെ ലക്ഷ്യത്തിൽ അതിൽ നമ്മൾ അനുകരിച്ച് മുന്നോട്ട് പോകരുതെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളായിരിക്കുക, നിങ്ങളുടെ ശക്തി നിങ്ങൾ കണ്ടെത്തുക. റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുക. താഴേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ നമ്മൾ ബ്രീഫായിട്ട് പൂർവികർ എന്താണ്, മതഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് സൂചിപ്പിച്ചു. ഭാഗം 2ലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള തരങ്ങളുണ്ട്. തരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം വ്യക്തിഗത ലക്ഷ്യമുണ്ട്, രണ്ടാമത്തെ കാര്യം കുടുംബത്തിലെ ലക്ഷ്യമുണ്ട്, മൂന്നാമത്തെ കാര്യം സമൂഹത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ട്, നാലാമത്തെ കാര്യം ആത്മീയമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. സോ ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചു മുമ്പ് സംസാരിച്ച ടോപ്പിക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിന് എത്താനായിട്ട് പലതരത്തിലുള്ള തരങ്ങൾ തിരിക്കുന്നുണ്ട്. 1 വ്യക്തിഗത ലക്ഷ്യമുണ്ട്, 2 കുടുംബത്തിലെ ലക്ഷ്യമുണ്ട്, 3 നമ്മുടെ സമൂഹത്തിലെ ലക്ഷ്യമുണ്ട്, 4 നമുക്ക് ആത്മീയമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോവാം, മനസ്സിലാക്കാം എന്താണ്. വ്യക്തിഗത ലക്ഷ്യത്തില് നിങ്ങൾ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. സോ ഇവിടെ മുതൽ ലൈഫ് പേർപ്പസ് കണ്ടെത്താനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നാൽ ഇതോടുകൂടി സെറ്റ് ആവും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ആരുടെയെങ്കിലും ക്ലാസ് വീണ്ടും ഇരിക്കും, വീണ്ടും അയ്യോ എൻ്റെ ലൈഫ് പേർപ്പസ് കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്ങനെ കണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട് ലൈഫ് പേർപ്പസ് കണ്ടെത്താനായിട്ട്. ഷോ ഇവിടെ കയറാം. ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഒരു ദിവസം നമ്മൾ മരിക്കും, വീണ്ടും വരും ലൈഫ് പേർപ്പസ് കണ്ടെത്തി അത് ഫുൾഫിൽമെന്റ് ചെയ്യാനായിട്ട്. ഇത്രയും വേഗം തീർത്ത് പോവുക, അത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, സമയം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, സമയം മറന്ന് ചെയ്യാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു പക്ഷെ അത് കലയ്ക്കാവാം, സംഗീതത്തിനാവാം, എഴുത്തിനാവാം, ഒരു പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാവാം, ഒരു പക്ഷെ നിർമ്മാണ പ്രോസസ്സിലുള്ള എഞ്ചിനീയർ ബേസ് ചെയ്ത സംഭവങ്ങളാവാം, ഒരു പക്ഷെ സ്ഥാപനങ്ങളെ സൂപ്പറാക്കാനുള്ള ഒരു സംഭവത്തിലായിരിക്കാം, ഒരു പക്ഷെ നിങ്ങൾ ആളുകളുടെ കാര്യങ്ങളിൽ ആളുകളെ സഹായിക്കുന്ന ഒരു മെന്റാലിറ്റി ബേസ് ഉള്ള സംഭവമാവാം നിങ്ങളുടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, കലയ്ക്കാണോ, സംഗീതത്തിനാണോ, എഴുത്തിനാണോ, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണോ, ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലാണോ, നിർമ്മാണ കാര്യത്തിലാണോ, അതോ സ്ഥാപനത്തിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിലാണോ. ഇത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ വഴി മാത്രമേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ഞാൻ വഴി വെട്ടിത്തരാം, ആ വഴിയിലൂടെ യാത്ര ചെയ്യണം, വേണ്ടി നിങ്ങളുടെ തീരുമാനം. ഇപ്പൊ 2 വഴി നിങ്ങളുടെ മുന്നിലാണ്. ഒന്ന്, ഞാൻ വഴി സ്മൂത്താക്കി തരാം, മനോഹരമായിട്ട് പോവാം. അതർവൈസ് നിങ്ങൾക്ക് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ പോവാം. രണ്ടും സ്ഥലത്തെത്തും, പക്ഷെ വൈകും. രണ്ടും പോകുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിരിക്കുക, നോക്കിയിരിക്കുക എന്താണ് എങ്ങനെയാണെന്ന്. അപ്പൊ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഉറപ്പായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതിലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ, ഏതിനാണ് നിങ്ങൾ സമയം മറന്ന് കാര്യങ്ങളെ ചെയ്യുന്നത് നോക്കുക. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിലെ ലക്ഷ്യത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കുടുംബത്തിലൊരു നല്ല കുട്ടിയാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കുട്ടിയാവാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിലെ നല്ലൊരു പിതാവാൻ അല്ലെ മാതാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. അവിടെ ആ കുടുംബത്തിന് സ്നേഹം കൊടുക്കുന്നു, സേവനം കൊടുക്കുന്നു. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. കുടുംബത്തിലെ ലക്ഷ്യം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്നേഹവും അതുപോലെ സേവനവും, കരുതൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അല്ല, കുടുംബത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാര്യയോ ഭർത്താവിനെ അടിക്കുകയോ കുട്ടികളെ അടിച്ച് ശരിയാക്കുകയോ അതല്ല കുടുംബത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിപ്പോ നേരെ തിരിയുമല്ലോ. കുടുംബത്തിന്റെ ലക്ഷ്യം, നമ്മൾ ടെൻഷനോ ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ആ ടെൻഷനും ബുദ്ധിമുട്ടും നേരെ ഹസ്ബൻഡ് വൈഫിന്റെ മണ്ടയിൽ തീർക്കും, വൈഫ് കുട്ടികളുടെ മണ്ടയിൽ തീർക്കും.
കുട്ടികൾ എവിടെ പോയി തീർക്കും? കുട്ടികൾക്ക് ഇത് എന്തായി മാറും? കുട്ടികൾക്ക് ഇത് എന്തായി മാറും? പറഞ്ഞേ. കുട്ടികൾക്ക് ഞാൻ മ്യൂട്ട് വരാം. കുട്ടികൾക്ക് ഇത് എന്തായിട്ട് മാറും? കുട്ടികൾക്ക് ഇത് എന്തായിട്ട് മാറും? അവര് മാനസികമായിട്ട് വല്ലാണ്ട് വിഷമത്തിലായിപ്പോകും. മാനസികമായ ഒരു ട്രോമയായിട്ട് ട്രോമാസ്. സോ എല്ലാവരും മ്യൂട്ട് ചെയ്യോ. ട്രോമയാവും. എല്ലാവരും മ്യൂട്ട് ചെയ്യോ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കാനായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ. നിങ്ങളെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ എത്രയോ കാര്യങ്ങൾ, ട്രോമാസ് ഇപ്പോഴും നിങ്ങൾ വഹിച്ചു നടക്കുന്നു. ഇപ്പോഴും 30 വയസ്സായി, 35 വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായി, ഇപ്പോഴും പഴയ ട്രോമാസ് കൊണ്ട് നടക്കുകയാണ്. കുട്ടികളുടെ അവസ്ഥ, ചൈൽഡ്ഹുഡ് ട്രോമ. കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇമോഷൻസ് നിങ്ങൾ പുറത്ത് കാണിക്കരുത് ഞാൻ പറയാം. നിങ്ങൾ സങ്കടം വന്നാൽ സങ്കടപ്പെടരുത്. അയ്യോ നിങ്ങൾ സങ്കടപ്പെടരുത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഒരിക്കലും ഞാൻ ചെയ്യാൻ പറയില്ല. പറ്റത്തില്ല, അത് മനുഷ്യരാണ്. ദേഷ്യം പ്രകടിപ്പിക്കുക. ഈ ദേഷ്യം കംപ്രസ് ചെയ്ത് ഉള്ളിൽ ഒതുക്കി വന്നു കഴിഞ്ഞാൽ അത് പിന്നീടൊരു രോഗമായിട്ട് മാറും. ശരീരം മൊത്തം നീരായിട്ട് മാറും. നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ സെൽസ് ഉണരും. സോ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തോളൂ. പക്ഷെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, കുട്ടികളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുമ്പം ആലോചിക്കുക, ഇവ എന്തെങ്കിലും അതിന് ഇതായിട്ട് സപ്പോർട്ടീവായിട്ട് എനിക്ക് നിന്നോ? ഒന്നും ചെയ്തില്ല, പിന്നെ എന്തിനു ഞാൻ കുട്ടിയെ ഉപദ്രവിക്കണം? അല്ലെങ്കിൽ വൈഫ് വീട്ടിൽ ഇരിക്കുന്നു, ഭക്ഷണമൊക്കെ വെച്ച് സുഖമായിട്ട് സന്തോഷത്തോടെ ഹസ്ബൻഡ് നോക്കുന്നു, കുടിച്ചിട്ട് വന്ന് വൈഫിന്റെ മണ്ടയിൽ കയറുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അല്ലെങ്കിൽ അവിടെ പരസ്പരം കുടുംബത്തിൽ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈഫിനോട് ഷെയർ ചെയ്യാം, വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം. ഇതാണല്ലോ നമ്മൾ വാക്ക് പാലിച്ച് കല്യാണം കഴിഞ്ഞ സമയത്ത്, അല്ലേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ താങ്ങും, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുമ്പോൾ നീ എന്നെ താങ്ങും. സാറ് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ദാറ്റ്സ് നോട്ട് എ തിങ്. ഇതിവിടെ ഇമ്പോർട്ടൻസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ചോയ്സ്. ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വൺസ് നിങ്ങൾക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഭാര്യയുടെ മണ്ടയിൽ ബുദ്ധിമുട്ട് തീർക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഭാര്യയോട് പറയാം. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഭാര്യ പറഞ്ഞു തരും. സീരിയസ്ലി ഞാൻ വിശ്വസിക്കുന്നത് നല്ല ബുദ്ധിയുള്ളത് ഭാര്യക്കാണ്, കുരുട്ടു ബുദ്ധിയുള്ളത് ഭാര്യക്കാണെന്ന് വിശ്വസിക്കുക. അത് നെഗറ്റീവ് ഇട്ടേര്. പക്ഷെ നല്ല ബുദ്ധി ഭാര്യയ്ക്ക് ഒരുപാട്. സീരിയസ്ലി ഇവർക്ക് നല്ല. അതുകൊണ്ടാണല്ലോ ദൈവം അത് ക്യാരിങ് അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള 9 മാസത്തുള്ള സംഭവം കൊടുക്കുന്നത് ക്ഷമ ഉള്ളതുകൊണ്ടാണ്. ആ വേദന സഹിക്കാൻ പറ്റുന്നുള്ളതാണ്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൊടുത്താൽ, ഇത് രണ്ടും പുരുഷന്മാർക്ക് പറ്റില്ല. ക്ഷമയും ഇല്ല, വേദന സഹിക്കാനും പറ്റത്തില്ല. ബട്ട് സ്ത്രീകൾക്ക് അത് പറ്റും. അപ്പം അത് റെസ്പെക്ട് ചെയ്യുന്നു. തമ്പുരാനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അപ്പൊ കുടുംബത്തിലെ ലക്ഷ്യം മറന്നു പോരുത്, മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹത്തിലുള്ള ആ ഒരു സാമൂഹികമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ മറക്കരുത്. അതെന്താണെന്ന് നോക്കണം. നിങ്ങൾ സമൂഹത്തെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ സമൂഹത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ? ദരിദ്രമായിട്ടുള്ള അവസ്ഥയെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടോ? പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ? ഈ സേവനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിലിരിക്കുന്ന പല ആൾക്കാരുടെ ലക്ഷ്യം, ലൈഫ് പേർപ്പസ് എന്ന് പറയുന്നത് സാമൂഹിക സംരക്ഷണത്തിനായിരിക്കും, പരിസ്ഥിതി സംരക്ഷണത്തിനായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ചുറ്റുപാടും ചില ആൾക്കാർ രാഷ്ട്രീയത്തിന് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. എന്താണ് അവരുടെ ലൈഫ് പർപ്പസ്? അത് തന്നെ ആയിരിക്കും. കണ്ടിട്ടില്ലേ? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് തന്നെ ആയിരിക്കും. പറയും അവിടെയാണെങ്കിൽ ഒരുപാട് അഴിമതി നടത്തി പൈസ ഒക്കെ കണ്ടെത്താം. ഇതൊക്കെ അതിന്റെ കോ പ്രൊഡക്ട്സ് എന്നൊക്കെ പറയും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം. പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. അപ്പം സമൂഹത്തിലുള്ള ലക്ഷ്യം മറക്കരുത്, അത് നോക്കാം. നാലാമത്തെ കാര്യം, ആത്മീയമായിട്ടുള്ള ലക്ഷ്യം. നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത് നോക്കണം. ക്വസ്റ്റ്യൻ മാർക്കാണ്. ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? പണമാണോ? സൗഖ്യമാണോ? ഏത് കാര്യമാണ് നിങ്ങളെ കൂടുതൽ സന്തുഷ്ടനാക്കാതിരിക്കുന്നതും സന്തുഷ്ടനാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ആത്മസാധന ചെയ്യുന്ന ഒരാളാണോ? ശാന്തി കിട്ടുന്ന ഒരാളാണോ? സത്യത്തെ കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ? ചില ആൾക്കാർ എന്തായിരിക്കും അവരുടെ ലൈഫ് പർപ്പസ്? സ്പിരിച്വൽ ബേസിലുള്ള കാര്യങ്ങളായിരിക്കും. സ്പിരിച്വാലിറ്റി ഹൈയിലായിരിക്കും അവർ. നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് എന്ത് ചെയ്യും? അവർ നോളജ് ഷെയർ ചെയ്യും.
അവരുടെ ലൈഫ് എക്സ്പീരിയൻസും അവർ മെഡിറ്റേഷൻ ചെയ്ത് യൂണിവേഴ്സിൽ നിന്ന് ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് നമുക്ക് ഷെയർ ചെയ്യും. ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് കണ്ട അല്ലെങ്കിൽ നമുക്ക് കാണാൻ അറിയാൻ പറ്റും. ഒന്ന്, പണ്ടുണ്ടായിരുന്ന ശങ്കരാചാര്യർ. പുള്ളി എന്തുമാത്രം നോളജാണ് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സ്പിരിച്വൽ ബേസ് ചെയ്ത കുറച്ച് ആൾക്കാരെ പറയുകയാണെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കർജി പറയാം, മാതാ അമൃതാനന്ദ പറയാം, സദ്ഗുരുവിനോ പറയാം. ഇവർക്ക് സ്പിരിച്വലി അത്രയും ഇതുള്ളതാണ്. അവരുടെ ലൈഫ് പർപ്പസ് അവർ കണ്ടെത്തി. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ പ്രധാനമായിട്ടും ഭാഗം 2 ഞാൻ പോയപ്പോൾ വ്യക്തിഗത ലക്ഷ്യം മനസ്സിലാക്കുന്നുണ്ട്, കുടുംബത്തിലെ ലക്ഷ്യം മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നുണ്ട്, ആത്മീയ ലക്ഷ്യം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായി എനിക്ക്. ഇനി എന്റെ പർപ്പസ് എങ്ങനെ ഞാൻ കണ്ടെത്തും? അതാണല്ലോ വേണ്ടേ. അപ്പൊ എന്റെ പർപ്പസ് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്താനായിട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ചോദ്യമാണ് നിങ്ങളുടെ ചോദിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് കളികളാണ് കളിച്ചിട്ടുള്ളത്? എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്? പലപ്പോഴും നിങ്ങളുടെ ആ സത്യമായിട്ടുള്ള ലക്ഷ്യം ആ കുട്ടിയുടെ സ്വപ്നത്തില് അല്ലെങ്കിൽ കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒളിഞ്ഞിടപ്പുണ്ടാവും. സ്പീഡ് കുറച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ടൈമില്ല, ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. ഓക്കെ, എന്നാലും ഞാൻ കാര്യങ്ങൾ നോക്കാം. കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? അത് നോക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ പർപ്പസ് കണ്ടെത്താനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ? എൻ്റെ കുട്ടി ഇപ്പൊ ഏതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? ഏത് കാര്യങ്ങളിലോടാണ് അവൻ കളിക്കാനായിട്ട് കൂടുതൽ തയ്യാറെടുക്കുന്നത്? അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ ആ ഒരു കാര്യത്തിൽ വളരെയധികം ശോഭിക്കും. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത ആൾക്കാരാണ് ഇന്ന് പല ആൾക്കാരും. ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. IPL ഏറ്റവും കൂടുതൽ ഒരു പയ്യനാണ്, 14 വയസ്സിന് താഴെയുള്ളൂ അല്ലെ? മ്യൂട്ട് മറ്റു പറയോ. IPL റീസെന്റ് കഴിഞ്ഞ IPL വലിയധികം സ്കോർ ചെയ്ത ഒരാളുണ്ട്. പേര് അറിയും, പറയാൻ പറ്റൂ? വൈഭവ് സൂര്യവംശി. സൂര്യവംശി. യെസ്, പുള്ളിക്കാരൻ തന്നെ. കണ്ടോ, പുള്ളിക്കാരന്റെ അച്ഛൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടി കുഞ്ഞിനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞാൻ അവൻ ഇതായിരുന്നു, അപ്പൊ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. ഇന്നെന്തായി? ഇത്രയും ചെറു പ്രായത്തില് എത്ര അമേസിംഗ് ആയിട്ടാണ് പെർഫോം ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. സോ പറ്റും. അപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഈ സമയത്ത് നമ്മള് കുട്ടിക്കാലത്ത് നിന്നപ്പോ നമ്മൾ അച്ഛനമ്മ എന്താ ചെയ്തേ? ക്രിക്കറ്റ് കളിക്കാൻ വാള എങ്ങോട്ട്, പരീക്ഷയ്ക്ക് പടി എങ്ങോട്ട്, നല്ല ജോലി വാങ്ങണം, പഠിച്ച നല്ല ജോലി കിട്ടും. അതുകൊണ്ട് ഇപ്പോഴും നമ്മള് 20,000 25,000-നും 30,000 35,000-നൊക്കെ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്ത് നടക്കുന്നുണ്ട് നമ്മള്. അപ്പൊ കുട്ടികൾ നോക്കുക, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്താൻ പറ്റും, ഈ കുട്ടികൾക്കും കുട്ടികളുടെ ലക്ഷ്യം കണ്ടെത്താനേ പറ്റും. രണ്ടാമത്തെ ചോദ്യം, സമയം നിങ്ങൾ നോക്കാതെ വളരെ സന്തോഷത്തോടെ ഉന്മേഷത്തോടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വായന നിങ്ങൾക്ക് നല്ലതുപോലെ പറ്റുന്നുണ്ടോ? സമയം പോലും നോക്കുന്നില്ല, വായന മാത്രം. സിനിമ കാണൽ, അത് മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗീതം കേൾക്കൽ, അതാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണോ? അപ്പൊ അതിനകത്ത് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലൈഫ് പർപ്പസ് ഒളിഞ്ഞെടുപ്പുണ്ടാവും. ഞാൻ വീണ്ടും പറയും, തുടക്കത്തിലേ പറഞ്ഞു, ഇതൊന്നും വേറെ ആർക്കും കണ്ടെത്താൻ പറ്റില്ല, ഇത് നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിനുള്ള ഓരോരോ ടിപ്പ് ഞാൻ പറഞ്ഞു, വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. മൂന്നാമത്തെ കാര്യമാണ് ആളുകൾ പറയുന്നത്. ഈ ആളുകൾ പറയുന്നത് 2 കാര്യങ്ങളുണ്ട് ഇവിടെ പറയുന്നത്. ഒന്ന്, നിനക്ക് വേറെ ജോലിയില്ലേ, നിനക്ക് ആ കാര്യം ചെയ്തൂടെ, നിനക്ക് ഈ കാര്യം ചെയ്തൂടെ, ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറയണ്ടാവും, നിങ്ങൾ വളരെ നല്ലൊരു കലാകാരനെന്ന് പറയുന്നുണ്ടാവും, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ നല്ല സഹായിക്കുന്ന ഒരു നല്ല മനസ്സുള്ള ആളെന്ന് പറയും. ഈ ഒരു പ്രശംസകൾ, പലതരത്തിലുള്ള പ്രശംസകൾ നൽകിയില്ലേ, ഇത് നിങ്ങൾക്ക് ശക്തി നൽകുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഉണ്ട്. നമ്മുടെ രാവിലെ 5 മണിക്ക് നമ്മുടെ നിഖിൽ വന്നിരിക്കും. നിഖിലിന്റെ പർപ്പസ് എന്തായിരുന്നു? സംഗീതമാണ്, പാട്ട് പാടണം, റൈറ്റ്?
പുള്ളി എപ്പോഴും പാട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോഴും കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, എന്താണ്, എങ്ങനെയാണ് ആളുകൾ എന്നെ അതിലൂടെ കൂടുതൽ പ്രശംസിക്കുന്നുണ്ടോ, കൂടുതൽ എന്നെ ആശംസകൾ പറയിപ്പിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക. ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. നാലാമത്തെ കാര്യമാണ് പരിതാപം. എന്താണ് ഈ പരിതാപം എന്ന് പറയുന്ന സംഭവം? ഞാൻ മ്യൂട്ട് മാറ്റാം നിങ്ങളെ. പറഞ്ഞേ, പരിതാപം എന്ന് പറയുന്ന സംഭവം എന്താണ്? പറയാൻ പറ്റുമോ? മറ്റുള്ളവരോടുള്ള ഒരു സഹാനുഭൂതിയാണോ സാറേ? அது உங்களுக்கு ஏதாவது ஒரு வாரியத்தில்